നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഇഷിത വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും പ്രിയാമണി വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം ഇഷിതയും മഹേഷും കൂടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാലമായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കുന്നത്, രണ്ട് അന്യരെ പോലെയാണ് ജീവിക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാഷിനും പ്രിയാമണിക്ക് സഹിച്ചില്ല. പിന്നീട് ഇതിന്റെ പേരിൽ ഇഷിതയെ ചോദ്യം ചെയ്യുവാണ്. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, ദേ അച്ഛനും അമ്മയൊന്നും ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ, നിങ്ങൾക്കറിയാലോ. എനിക്കൊരു പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ബന്ധം കിട്ടുമായിരുന്നോ, എനിക്കൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും പുരുഷൻ കടന്നു വരുമായിരുന്നോ? ഒരു സ്ത്രീക്ക് അമ്മയാകാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പുരുഷനെ കല്യാണം കഴിക്കാൻ വരുന്ന ഏതൊരാളുടെ മനസ്സിൽ സ്വന്തം കുഞ്ഞ് എന്നൊരു ചിന്തയുണ്ടായിരിക്കും. പക്ഷേങ്കിൽ മഹേഷിനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു പറയാം. ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു, മഹേഷ് എന്തിനു ചിന്തിക്കണം, മഹേഷിന് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മ എന്ത് വർത്താനമാ പറയണേ, ഇത് ചിപ്പിമോളുണ്ട്, ആദ്യമുണ്ട്, അത് രചന പ്രസവിച്ച കുഞ്ഞുങ്ങളാ, രചനയുടെ മഹേഷിന്റെ കുഞ്ഞുങ്ങളാ. അമ്മ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. ദേ ഇഷിതേ, നീ എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത്. ദേ നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രം, നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയണം. അമ്മയ്ക്ക് പേരക്കുട്ടികളെ വേണമെന്നുള്ള ആഗ്രഹമുള്ളൂ, പേരക്കുട്ടികളുണ്ടല്ലോ, അവരെ കൊഞ്ചിക്കാമല്ലോ എന്ന് പറയണം. നിന്നോട് ആര് പറഞ്ഞു അതെന്റെ പേരക്കുട്ടികളാന്ന്? അത് സ്വപ്നവല്ലിയുടെ രാമനാഥന്റെ അല്ലേ രചനയുടെ മഹേഷിന്റെ പേരക്കുട്ടികൾ, അല്ല രചനയുടെ മഹേഷിന്റെ കുട്ടികൾ എങ്ങനെ എൻ്റെ മാഷിനും പേരക്കുട്ടികളാവും? നിനക്കും മഹേഷിനും കുഞ്ഞു എനിക്കുവാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതോടെ മാഷ് പറഞ്ഞു, ദേ പ്രിയാമണി, നീ ഇങ്ങനൊന്നും സംസാരിക്കരുത്. ചിപ്പിമുളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് എത്ര വിഷമാവും. കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് വെക്കും. പെട്ടെന്ന് സുചിത്ര പറഞ്ഞു, എളയമ്മേ വേണ്ട, ഇനി ആരും കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, അവനോടൊപ്പം ഒന്നിച്ച് ജീവിക്കാതെ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഇവള് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചെന്ന് ചോദിക്കണം. ഇത്ര ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയതല്ലേ, എന്നിട്ടോ നീ ഒന്നും അല്ലേ ഒരു ഡോക്ടർ അല്ലേ ഇഷിതേ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു പറയണം. ഇഷിത പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. അതെ, ഞാനൊരു പെറ്റമ്മേ, എനിക്കറിയാം എൻ്റെ വേദന എന്താന്ന്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഒരു മകൾക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ആഗ്രഹം അത് ഇല്ലാതാക്കാണ്ട് നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നീ ഒരു പക്ഷേ എന്നെങ്കിലും ഈ അമ്മയുടെ വേദന മനസ്സിലാക്കുമായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ലായിരുന്നു പറയണം. മഹേഷൻ നീയുമായിട്ട് ഒന്നിച്ചേനും, എന്നിട്ട് ഇത്രയും കാലം ഞങ്ങളിൽ നിന്ന് നീ അത് മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇഷിത പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അമ്മ എൻ്റെ അവസ്ഥ എന്താന്ന്, നീ കൂടുതലൊന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യുക, മഹേഷുമായിട്ട് ഇങ്ങനൊരു ബന്ധമാണ് എന്തിനേയും മുന്നോട്ട് പോകണം, ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാനുള്ള കാര്യം പറയാം, മഹേഷുമായിട്ട് ഇനിയിപ്പം ജീവിക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. മഹേഷ് ആയിരിക്കും പറഞ്ഞല്ലേ ഇനി നമുക്കൊരു കുഞ്ഞു വേണ്ടെന്ന്, അതുകൊണ്ടായിരിക്കും നിങ്ങളൊരു എഗ്രിമെന്റ് വിവാഹം നടത്തിയത്. ഒരു പക്ഷേ നിനക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ചിപ്പിയോടും ആദ്യയോടുമുള്ള നിന്റെ ഇഷ്ടം കുറഞ്ഞു പോകുന്നു കരുതിയിട്ടായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പം ഇഷ്ടത്തോടെ അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്, അത് മഹേഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലെന്ന് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഒരു എഗ്രിമെന്റ് വിവാഹത്തിൽ തന്നെ നിൽക്കുന്നേ? അതിനുശേഷം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാത്ത എന്തുകൊണ്ടാ? അത് മാഷ് പറഞ്ഞു, സത്യം മോളെ, എന്താ അതിന് കാരണം എന്താ? നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വഴക്കോ കാര്യങ്ങളോ? അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ആഗ്രഹം എൻ്റെനേക്കാളും കൂടുതലായിട്ട് നിന്റെ അമ്മയുടെ ആഗ്രഹം നിനക്ക് അറിയാലോ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് അതിന് എന്ത് മറുപടി പറയാനും നടത്തില്ല. ഇഷിത വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആഷിത വരുന്നത്. അപ്പോൾ ആഷിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രിയാമണി. അങ്ങനെ ആഷിത വരുവാണ്. ആഷിത വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രിയാമണി ഈ കാര്യങ്ങളെല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആഷിതയ്ക്കും ഭയങ്കര വിഷമം. ആഷിത പറഞ്ഞു, ഇഷു നീ ഇങ്ങനെയാന്ന് ഒരു വട്ടം പോലും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, എനിക്ക് അവിടെ ഭയങ്കര സുഖമാണ്, ഞങ്ങൾ നല്ല സന്തോഷത്തോടെ കഴിയണമെന്നല്ലേ? അതെ ആഷിതേച്ചി, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ കഴിയണേ. ഇങ്ങനെയാണോ മോളെ സന്തോഷം? ഏത് സ്ത്രീ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ ഒരു കുഞ്ഞെന്നുള്ളേ. ഇപ്പം ഒരമ്മയാകാൻ കഴിയാന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ? അപ്പം നിനക്കൊരു അവസരം ദൈവമായിട്ട് തരുവാണെങ്കിൽ പിന്നെ നീ അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? നീ ഇത്രയും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നിനക്കറിയാൻ പാടില്ല നിനക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേന്ന് ചോദിക്കും. അത് പിന്നെ ആഷിതേച്ചി നീ കൂടുതലൊന്നും പറയണ്ട, അതെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നോക്ക്.
അത് കേട്ടപ്പോൾ അശ്വതിയോട് ഇഷ്ടത പറഞ്ഞു, അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടിപ്പം ഇഷ്ടതയോട് പ്രിയാമണി പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നീ ഇനിയിപ്പോൾ അവനോടൊപ്പം ജീവിക്കണ്ട, ബന്ധം വേർപെടുത്തി ഇങ്ങോട്ടേക്ക് പോരെ, നീ പിന്നെ എന്തിനാ അവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നിൽക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കൊണ്ട് പ്രിയാമണി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ആഷിത പറഞ്ഞു, അമ്മയുടെ വിഷമം നീ മനസ്സിലാക്കുക, കാരണം അമ്മയ്ക്ക് നമ്മളെ അത്ര ജീവനാണ്, നമുക്കൊരു വേദന ഒന്നും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും നാൾ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയൊന്നും മിണ്ടാതിരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് ഓർത്തിട്ടാ. പക്ഷെ ഇങ്ങനൊരു കാര്യമൊന്നും അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇഷു, നീ എത്രയും പെട്ടെന്ന് മഹേഷിൻ്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണം. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ദൈവമായിട്ട് തരുന്നതാണ്, അപ്പം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഷിത അങ്ങോട്ട് കയറിപ്പോവാണ്. ആ സമയത്ത് വല്ലാത്ത സങ്കടമായി പോയി ഇഷിതയ്ക്ക്. ഇഷിത മാഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മാഷിൻ്റെ കയ്യിലങ്ങ് പിടിച്ചിട്ട്, സോറി അച്ഛാ, എൻ്റെ അവസ്ഥ അച്ഛനെങ്കിലും മനസ്സിലാക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ ജീവിതത്തിലേക്ക് കടന്നേ, പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു, ഞാൻ നിന്നെ എന്താ പറയണ്ട എനിക്കറിയത്തില്ല, എൻ്റെ മറ്റേ സങ്കടം നീ കണക്കിലാക്കണ്ട, പക്ഷേ എങ്കിൽ നിൻ്റെ അമ്മയുടെ സങ്കടം നീ അത് കണക്കിലെടുത്തേ പറ്റുള്ളൂ. പാവം എത്ര വഴിപാടുകളും നേർച്ചകളാണെന്നറിയോ നിനക്ക് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഇഷിത വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് മഹേഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവളോട് എന്താ പറയണമെന്ന് അറിയില്ലല്ലോ. പിന്നീട് ഇഷിത വന്നു കഴിയുമ്പോഴത്തേനും മഹേഷിച്ചു, എന്ത് പറഞ്ഞു, അച്ഛനും അമ്മയൊക്കെ നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക. ഇത് കേട്ട് ഞാൻ ഇഷിതയൊന്നും പറഞ്ഞില്ല. കാര്യം എന്താ വെച്ചാൽ പറ, എനിക്കറിയാം അവരെന്ത് പറഞ്ഞാലും അതൊരിക്കലും കൂടി പോകത്തില്ല, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം കാണത്തില്ലേ നിന്റെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട്, അപ്പോൾ അവരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് വിവാഹമാണെന്നുള്ള കാര്യം മഹേഷിന് അറിയില്ലെന്ന് ചോദിക്കുക. അതറിയാം, പക്ഷെ അങ്ങനെയല്ലല്ലോ, മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ നമ്മളെ തെറ്റായിട്ടാ കാണത്തുള്ളൂ എന്ന് പറയണം. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധം വേണ്ട, ബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തിയേക്കാനാണ് പറഞ്ഞേക്കണമെന്ന് പറയണം. അത് കേട്ട മഹേഷ് ഒരു ഞെട്ടലുണ്ടായി. സത്യമാണ് നീ പറയണമെന്ന് ചോദിക്കും. അതേന്ന് പറയാണ്. ഇഷിത പറഞ്ഞു, മഹേഷ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അവരൊക്കെ ആരോടും പറയാൻ പറ്റില്ലോ, അതുകൊണ്ട് അവരും ആരോടും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പക്ഷെ മഹേഷിനും ഇഷിതയ്ക്കും തമ്മിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം അവരുടെ എഗ്രിമെൻ്റ് വിവാഹം, അത് മാത്രമല്ല ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞല്ലോ. അപ്പം അതൊരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇഷിതയുടെ വീട്ടിലറിയുന്നത്. ഇനിയിപ്പോൾ അവരെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട് മഹേഷിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് മഞ്ജിമയുടെ വരവ്. മഞ്ജിമ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നീട് ഭൂലോകം പുല്ലുകഞ്ഞിയാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളായിരിക്കും അവൾ ചെയ്യുന്നത്. കാരണം നല്ലൊരു കാര്യവും ചെയ്യത്തില്ല. സ്വപ്നവല്ലി എങ്ങനെയായാലും ചാട്ട കയറ്റിയിട്ട് ഇഷിതയെ അവിടെ നിന്ന് അടിച്ചോടിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. പോരാത്തതിനിപ്പം കൈലാസിന് ഒരു റോളും ഇല്ലാത്ത സമയത്ത്, കൈലാസ് ഇപ്പോൾ ഇല്ലല്ലോ, കൈലാസ് ജയിലും കോടതിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമം മഞ്ജിമയ്ക്കുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും കാരണം ഇഷിതയാണ്. ഇഷിത എങ്ങനെയും പറപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് മഞ്ജിമ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വരുന്നത്. മഞ്ജിമ വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പക്ഷേ എങ്കിൽ മഹേഷും ഇഷിതയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അവർക്കിടയിൽ. പിന്നീട് അതിനെക്കുറിച്ച് സ്വപ്നവല്ലിയോട് മഞ്ജിമ തിരക്കുന്നുണ്ട്. എന്താമേ എന്തോ ഒരു രഹസ്യം അവർ തമ്മിലുണ്ടല്ലോ എന്ന് പറയണം, നമ്മൾ അറിയാൻ പാടില്ലാത്ത. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു, അത് ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട് ഈ ഇടയായിട്ടുള്ള, അതെന്താണെങ്കിലും ശരി ഞാനത് കണ്ടുപിടിക്കും എന്നൊക്കെ പറയണം. പിന്നീട് മഞ്ജിമ ചിപ്പിമോളെ പോയി ചാട്ട കയറ്റുന്നുണ്ട്. ചിപ്പിമോളോട് ചോദിക്കുന്നുണ്ട്, എന്തേലും മോൾക്കറിയാവോ, കാരണം ഇവരുടെ സംസാരം ചിലപ്പോൾ ചിപ്പി കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോരും പറയുമെന്ന് കരുതിയിട്ടാ ചിപ്പിമോളോട് പോയി ചോദിക്കുന്നത്. പക്ഷെ ചിപ്പിമോൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ചിപ്പിയോട് പറഞ്ഞു, അതെ അച്ഛനും അമ്മയെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് എന്തേലും ഉണ്ടെങ്കിൽ ഇതേ ആൻറ്റിയോടും ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിയെ ചാട്ട കയറ്റുവാണ്. കൊച്ചിനെ അറിയത്തില്ലല്ലോ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു മഞ്ജിമ, ഇവർ തമ്മിൽ അധികകാലം ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഇവിടുന്ന് പുറത്താക്കണം. ഇഷിതേനെ, തൻ്റെ ഭർത്താവിനെ ജയിലിലാക്കാൻ ശ്രമിച്ചോളാം ഇവള്, അപ്പോൾ ഇവളെ വെറുതെ വിടാൻ പാടുണ്ടോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് മഞ്ജിമ വന്നത് തന്നെ. ആ കൂടത്തിൽ സ്വപ്നവല്ലി ചേരുകയും ചെയ്തു. കാരണം സ്വപ്നവല്ലിക്ക് മകളുടെ കാവടിയും മനസ്സിലായില്ല. അപ്പോൾ ഇഷിതയും മഹേഷും തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് തെറ്റാരുടെ ഭാഗത്താണെങ്കിൽ മിക്കവാറും ഇഷിതയായിരിക്കും എല്ലാത്തിനും കാരണക്കാരി, അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സ്വപ്നവല്ലിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോയാലല്ല ജീവിക്കണേ, അതായിരുന്നു അവരുടെ ഉള്ളിലുള്ള രഹസ്യം. പക്ഷേ ഈ പറയുന്ന സ്വപ്നവല്ലിക്കോ മഞ്ജിമയ്ക്കോ അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല.
പക്ഷെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഇഷിതയും മഹേഷും തമ്മിലുള്ള ആ ഒരു അടുപ്പം അത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുകയാണ്. അവർക്ക് തന്നെ ഒരു തോന്നൽ തോന്നി തുടങ്ങി. കാരണം ആകെപ്പാടെ പ്രശ്നങ്ങളാണ്, വീട്ടിലും പ്രശ്നങ്ങൾ. പ്രിയാമണിയാണെങ്കിലും ഒന്ന് സംസാരിക്കുന്ന പോലും ഇഷിതയോട്. കാരണം പ്രിയാമണി പറഞ്ഞു, ഒന്നെങ്കിൽ എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ വേണം, നിന്റെ മഹേഷിന്, അല്ലെങ്കിൽ മഹേഷുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഇഷിതയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷിനെയും വിളിച്ചുകൊണ്ട് ഇഷിത മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു കടൽ തീരത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് എന്നെ വേണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, എന്നെ ഉപേക്ഷിച്ച് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. എനിക്കറിയാം ഇത്രയും കാലം നീ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കിയത്. ആദ്യം വന്നപ്പോഴാണ് ശരി, ചിപ്പിമോളെ ആണെങ്കിലും ശരി, ചിപ്പിമോളെ സ്വന്തം മോളെപ്പോലെ ഞാൻ കരുതിയെ സ്നേഹിച്ചേ. എനിക്ക് സങ്കടമൊന്നുമില്ല. നിനക്ക് ഇനിയിപ്പം വേറെ നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ നീ പോയിക്കൊള്ളാനൊക്കെ ഇഷിതയോട് പറയാം. ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര വിഷമമായി. ഇഷിത പറഞ്ഞു, അങ്ങനെ ഞാൻ പോകുന്നു മഹേഷ് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മഹേഷിനെ ഇട്ടിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല. എൻ്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് മഹേഷ് ആയിരിക്കും ഇനി എന്നൊക്കെ മഹേഷിനോട് പറയണം. നമുക്ക് തമ്മിൽ ഒരിക്കലും വേർപിരിഞ്ഞ് കഴിയാൻ പറ്റില്ല മഹേഷേ. അത് ഇപ്പോഴല്ല, ഞാൻ മുമ്പേ തീരുമാനിച്ച കാര്യമാണ്, പലപ്പോഴായിട്ട് മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചാലും നമുക്ക് തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഈ സമയം മഹേഷ് പറഞ്ഞു, അല്ല നിന്റെ അമ്മ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോൾ ഇഷ്ടത്ത് പറഞ്ഞ സമയമുണ്ടല്ലോ, ഒരു പക്ഷേങ്കിൽ അങ്ങനെ നടക്കണമെന്ന് ആണെങ്കിൽ ദൈവനിശ്ചയെങ്കിൽ അങ്ങനെ നടക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് കൂടി ഒരു കുഞ്ഞ് പിറക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. മഹേഷ് ഇഷിതയെ നോക്കുകയാണ്. പിന്നീട് ഇഷിതയെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഇഷിതയ്ക്ക് മനസ്സിലായി അതേ കാലം മഹേഷിൽ നിന്ന് ഇങ്ങനെ മാറി നടക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അന്യരെ പോലെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവർ ഒന്നാകുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.